നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് ഉത്തരവാദി അമേരിക്കയാണെന്ന് ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ പറഞ്ഞിരിക്കുകയാണ്. US ഉപരോധം മൂലം അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാൻ ഇറാന് സാധിക്കാത്തതാണ് പ്രസിഡന്റ് റൈസിയുടെ മരണത്തിന് കാരണമെന്നായിരുന്നു ലുക്കാഷെങ്കോ പറഞ്ഞത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ബെലാറസിലെ മിൻസ്കിസിൽ നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് ലുക്കാഷെങ്കോ അമേരിക്കയ്ക്കെതിരെ തുറന്നടിച്ചത്. അമേരിക്കയുടെ വെറുപ്പുളവാക്കുന്നതും നീചവുമായ നിലപാടാണ് വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കപ്പലുകൾക്കെതിരെയും വിമാനങ്ങൾക്കെതിരെയും ആളുകളെ കൊണ്ടുപോകുന്ന ഹെലികോപ്റ്ററുകൾക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയ്ക്ക് അവകാശമില്ല. തെറ്റ് അവരുടെ ഭാഗത്ത് തന്നെയാണെന്നാണ് ലുക്കാഷെങ്കോ പറഞ്ഞത്. മിൻസ്ക് സന്ദർശിച്ച പുടിൻ ഇറാനിയൻ വാഹന വ്യൂഹത്തിലെ മറ്റ് 2 ഹെലികോപ്റ്ററുകൾ റഷ്യൻ നിർമ്മിതമാണെന്നും ചൂണ്ടിക്കാട്ടി. റഷ്യൻ നിർമ്മിത ഹെലികോപ്റ്ററുകൾ അതേ അവസ്ഥയിൽ അതേ ഇടനാഴിയിൽ ഒരു പ്രശ്നവുമില്ലാതെ പ്രത്യേക ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ പറന്നെന്നായിരുന്നു പുടിന്റെ പ്രതികരണം. ഇറാൻ പ്രസിഡന്റിന്റെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇറാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. സൈന്യം നൽകിയ പ്രാഥമിക വിവരങ്ങൾ പ്രകാരം ഹെലികോപ്റ്റർ അതിന്റെ സഞ്ചാരപാതയിൽ തന്നെയായിരുന്നു. വെടിവെച്ചിട്ടതിന്റെയോ മറ്റു തെളിവുകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഇറാൻ മനസ്സിലാക്കുമെന്നും ലുക്കാഷെങ്കോ പറഞ്ഞു. സ്വന്തം സംസ്ഥാനത്തിന്റെ വികസനത്തിലും സ്വന്തം ജനതയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പ്രസിഡന്റായിരുന്നു റൈസി എന്നും ലുക്കാഷെങ്കോ കൂട്ടിച്ചേർത്തു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി, വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളാഹിയൻ എന്നിവർ തിങ്കളാഴ്ച അസർബൈജാനിൽ നിന്ന് മടങ്ങുന്ന വഴി ഹെലികോപ്റ്റർ തകർന്നാണ് മരിച്ചത്. ഹെലികോപ്റ്ററിലുള്ള മുഴുവൻ ആളുകളും അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. വ്യോമപാതയിൽ നിന്ന് ഹെലികോപ്റ്റർ വ്യതിചലിച്ചിട്ടില്ല. സംശയാസ്പദമായ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. വാച്ച് ടവറും ഫ്ലൈറ്റ് ജീവനക്കാരും തമ്മിൽ സംഭാഷണത്തിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇബ്രാഹിം റൈസിയോടൊപ്പം വിദേശകാര്യമന്ത്രി ഹുസൈൻ അബ്ദുള്ളാഹിയാനും ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ സായുധ സേനാ മേധാവിയാണ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഞായറാഴ്ച വൈകിട്ടാണ് ഇബ്രാഹിം റൈസിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു വീണ അദ്ദേഹം അടക്കം 9 പേർ കൊല്ലപ്പെട്ടത്. അസർബൈജാനിൽ 2 ദിവസത്തെ സന്ദർശനത്തിൽ എത്തിയതായിരുന്നു ഇബ്രാഹിം റൈസി. 3 ഹെലികോപ്റ്ററുകളായിട്ടാണ് പ്രസിഡന്റും സംഘവും ഇറാനിലേക്ക് മടങ്ങിയിരുന്നത്. എന്നാൽ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരുന്നില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഹെലികോപ്റ്റർ മലയിടുക്കിൽ തകർന്നു വീണതായി കണ്ടെത്തിയത്. സൻഗൂൺ എന്ന ചെമ്പ് ഖനിക്ക് സമീപമാണ് ഹെലികോപ്റ്റർ തകർന്നത്. ഇറാനിലെ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിലെ ജോൽഫയ്ക്കും വർസാഗിനും ഇടയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. മോശം കാലാവസ്ഥയും കനത്ത മൂടൽമഞ്ഞും കാരണം കോപ്റ്റർ ഇടിച്ചിറക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപകടം കഴിഞ്ഞ് ഏറെ മണിക്കൂറുകൾക്ക് ശേഷമാണ് അപകട സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാനായത്. പിറ്റേ ദിവസം രാവിലെയാണ് കോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ മലയിടുക്കിൽ കണ്ടെത്തിയത്. പിന്നെയും ഏറെ സമയത്തെ തിരച്ചിൽ ഒടുവിലാണ് റൈസിയുടെയും മറ്റുള്ളവരുടെയും മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെടുക്കാനായത്.